ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടോപ്പിക് വൈസ് ആയ ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സോ അതിലെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സാധാരണ നമ്മുടെ എക്സാംസിനൊക്കെ വരുന്ന പോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, കുറച്ചൊരു ഡെപ്തിൽ നമ്മൾ ഈ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം അപ്കമിങ് ആയിട്ട് വരുന്ന എക്സാംസിനെ കുറച്ച് ഡെപ്തിൽ ചോദിക്കാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചൊരു ലെവലിൽ ചിലപ്പോൾ ചോദിക്കാം. സോ അതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് ഡെപ്തിൽ ആയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം പീരിയോഡിക് ടേബിളിൽ ഓരോ ബ്ലോക്കുകളുണ്ട്, അതിലെ പല എലമെന്റ്സിന് പല പ്രത്യേകതകളുണ്ട്, ആ എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കോമ്പൗണ്ട്സുകൾക്ക് പ്രത്യേകതകളുണ്ട്. സോ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആയിരിക്കും ഇത്. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ്, അതുപോലെ പീരിയോഡിക് ടേബിൾ ആണ്. സോ എന്തിനാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? നമുക്കറിയാം, എല്ലാ മാറ്ററിന്റെയും ഒരു ബേസിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എലമെന്റ്സ് ആണ്. ഒരു 1800 കാലഘട്ടത്തിൽ ഒരു 31 എലമെന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് 63 ആയി. ഇപ്പോൾ പ്രസന്റ് 114 എലമെന്റ്സ്, അത് ഇൻക്ലൂഡ് ചെയ്യുന്ന മാൻമെയ്ഡ് എലമെന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ പുതിയ എലമെന്റ്സ് ഇങ്ങനെ പുതിയതായിട്ട് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരുപാട് എലമെന്റ്സ് കൂടുന്നതനുസരിച്ച് എന്താണ്, അവയെ ഇൻഡിവിജ്വലി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. സോ അതിന് വേണ്ടിയിട്ടാണ് സയന്റിസ്റ്റ് ഒരു സിസ്റ്റമാറ്റിക് വേ ഈ ഒരു നോളജിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. സോ ആ ഒരു കൺസെപ്റ്റാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്കറിയാം, എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന മുന്നിൽ കുറച്ച് ചരിത്രങ്ങളുണ്ട്, കുറേ സയന്റിസ്റ്റുകൾ. നമ്മൾ ഇപ്പോൾ ക്ലാസിഫിക്കേഷനേക്കാളും കുറച്ച് മുന്നേ ഉള്ള കുറച്ച് ഹിസ്റ്ററി കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. സോ ജർമ്മൻ കെമിസ്റ്റ് ആയ ജോഹൻ ഡൊബേർണിയർ ആണ് ഏർലി 1800, അതായത് 1800-ൽ ആദ്യമായിട്ട് ഈ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിനെ കൺസിഡർ ചെയ്ത് ഇങ്ങനെ ഒരു പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ വേണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ സോ ഫസ്റ്റ് വൺ ഈസ് ജോൺ ഡൊബേർണിയർ. ജർമ്മൻ കെമിസ്റ്റ് ആണ് അദ്ദേഹം. സോ അദ്ദേഹം 1829-ൽ അദ്ദേഹം നോട്ട് ചെയ്തൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് സെവറൽ ഗ്രൂപ്പ്സ് ഓഫ്, അതായത് എലമെന്റ്സിനെ മൂന്ന് എലമെന്റ്സിന്റെ ഒരു ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചു. അതിനെ നമ്മൾ ട്രയാഡ്സ് എന്ന് പറയും. ട്രയാഡ്സ്, 3 എലമെന്റ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, 3 എലമെന്റ്സ് അടങ്ങുന്ന, അങ്ങനെ ഒരുപാട് സെവറൽ ഗ്രൂപ്പ്സ് കൊണ്ടുവന്നു. സോ ആ എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് അദ്ദേഹം ഒരു സിമിലാരിറ്റി ഒരു 1829 കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രയാഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മിഡിൽ എലമെന്റ്, അതിന്റെ ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് മറ്റ് 2 എലമെന്റ്സിന്റെയും ആറ്റോമിക് വെയിറ്റിന്റെയും എന്തായിരിക്കും, ഹാഫ് ആയിരിക്കും. സംശയം ഇത് ഹാഫ് ആയിരിക്കും, അതിന് മീൻ ആയിരിക്കും. അപ്പൊ ഈ റൈറ്റ് സൈഡിലെ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലിത്തിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. ലിത്തിയത്തിന്റെ 7 ആണ് ആറ്റോമിക് മാസ്, പൊട്ടാസ്യം 13. അത് ആഡ് ചെയ്ത് അതിന് മീൻ എടുത്ത 23 എന്ന് പറയുന്നത് ആരുടെയാണ്? 23 എന്ന് പറയുന്നത് സോഡിയം ആണ്. അതായത് നടുക്ക് കിടക്കുന്ന എലമെന്റിന്റെ ആറ്റോമിക് മാസ് ആണ്. അപ്പൊ ഇതേ ഒരു കൺസെപ്റ്റ് ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആരാണ്? ഡൊബേർണിയർ മുന്നോട്ട് വെച്ചതാണ്. സോ അത് ലോ ഓഫ് ട്രയാഡ്സ് എന്നാണ് അറിയപ്പെട്ടത്. പക്ഷെ അത് കുറച്ച് എലമെന്റ്സിന് ലോ ഓഫ് ട്രയാഡ്സ്, പക്ഷെ ഇത് വളരെ കുറച്ച് എലമെന്റ്സിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസ്മിസ് ചെയ്തു. പിന്നീട് ചാൻകോയിറ്റ് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ജിയോളജിസ്റ്റ് വരുന്നുണ്ട് 1862-ൽ. അദ്ദേഹം ആറ്റോമിക് വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് സിലിണ്ടറിക്കൽ ടേബിൾ ഓഫ് എലമെന്റ്സ് ഫോം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതും വളരെ വലിയൊരു അട്രാക്ഷൻ ഒന്നും കൊണ്ടുവന്നില്ല. അദ്ദേഹത്തിന്റെ പേര് കൂടി ഒന്ന് ഓർത്തിരുന്നോളൂ, AEB ചാൻകോട്ടൈസ്. 1862-ലാണ് അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഇയർ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അന്ന് ചോദിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു: ഏത് വർഷമാണ് ചാൻകോട്ടൈസ് എലമെന്റ്സിനെ ആറ്റോമിക് വെയിറ്റിന്റെ ബേസിൽ ഓർഗനൈസ് ചെയ്തത്, എലമെന്റ്സിനെ ഒരു സിലിണ്ടറിൽ അറൗണ്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തത്? ഇത് ഇയർ ആണെന്ന് ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. 1862 ആണ് ആൻസർ. സോ അദ്ദേഹമാണ് സെക്കൻഡ് ആയിട്ട് അങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. പക്ഷെ എന്താണ്, അതിന് മാത്രം വലിയൊരു അട്രാക്ഷൻ ഒന്നും കൊണ്ടുവന്നില്ല. അതിനുശേഷമാണ് ഇംഗ്ലീഷ് കെമിസ്റ്റായ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ്, ഫുൾ നെയിം ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ്. അദ്ദേഹം ഒരു 1865 കാലഘട്ടമായപ്പോൾ മുന്നോട്ട് വെച്ചതിൽ പ്രൊഫണ്ട് ചെയ്തിരിക്കുന്നതാണ് ലോ ഓഫ് ഒക്ടേവ്സ്. സോ എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് പറയുന്നത്? അദ്ദേഹം ആറ്റോമിക് വെയ്റ്റ്സിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലെ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തു.
പിന്നീട് അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യം, ഓരോ 8th എലമെന്റും അങ്ങനെ അറേഞ്ച് ചെയ്താൽ ഓരോ 8th എലമെന്റിനും ഫസ്റ്റ് എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടീസ് ആണ്. അതായത് മ്യൂസിക്കിന്റെ ലോ അനുസരിച്ചുള്ള 8th നോട്ടിന് എന്താണ്, ഫസ്റ്റ് നോട്ടിനോട് എപ്പോഴും റിസംബ്ലൻസ് ഉണ്ടാകും. പക്ഷെ ഇത് ഏകദേശം ഒരു കാൽസ്യം വരെയുള്ള എലമെന്റ്സിന് മാത്രമേ എന്താണ് ആപ്ലിക്കബിൾ ആയിട്ട് വന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ലിത്തിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, പിന്നെ വരുന്ന സോഡിയം. അപ്പൊ ലിത്തിയം സോഡിയത്തിന് എന്താണ് ഒരേ പ്രോപ്പർട്ടീസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ വൈഡ്ലി ഒന്നും അക്സെപ്റ്റ് ചെയ്ത ഒരു വർക്ക് ആയിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഐഡിയ വലിയ അക്സെപ്റ്റഡ് ആയിട്ടില്ല. പിന്നീട് വരുന്നതാണ് ഡെമെട്രി മെന്റലീവ്. ഡെമെട്രി മെന്റലീവ് റഷ്യൻ കെമിസ്റ്റ് ആണ് അദ്ദേഹം. അതുപോലെ തന്നെ ലോതർ മേയറും വന്നു. പിന്നീട് അവർ ഇൻഡിവിജ്വലി രണ്ടുപേരും വർക്ക് ചെയ്ത് 1869 അവർ കണ്ടുപിടിച്ച ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആറ്റോമിക് വെയിറ്റിന്റെ രീതിയിൽ ഇൻക്രീസിങ് ഓർഡറിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കണ്ടുപിടിക്കുന്നു. സോ ഡെമെട്രി മെന്റലീവ് ആണ് ആദ്യമായിട്ട് ഒരു പീരിയോഡിക് ലോ ഫസ്റ്റ് ടൈമിൽ പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ലോ അനുസരിച്ച് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അവയുടെ ആറ്റോമിക് വെയിറ്റിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കും. ആറ്റോമിക് വെയിറ്റ് എന്നാണ് ആര് പറഞ്ഞത്, ഡെമെട്രി മെന്റലീവ് പറഞ്ഞത്. ഹൊറിസോണ്ടൽ റോസ് ആയിട്ടും വെർട്ടിക്കൽ കോളംസ് ആയിട്ടും ഒരു ടേബിളിലെ ഹൊറിസോണ്ടൽ റോസും വെർട്ടിക്കൽ കോളംസ് ആയിട്ട് അദ്ദേഹം എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തു, അവയുടെ ആറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്. അപ്പൊ സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ളവയെല്ലാം സെയിം കോളത്തിലോ ഗ്രൂപ്പിലോ വരുന്ന രീതിയിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. സോ അദ്ദേഹത്തിന് പീരിയോഡിക് ടേബിളിൽ അദ്ദേഹം കുറച്ച് സ്പേസസ് അല്ലെങ്കിൽ ഗ്യാപ്പുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ചുകൂടെ എലമെന്റ്സിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അദ്ദേഹം കുറച്ച് ഗ്യാപ്പുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് അദ്ദേഹം കൊടുത്തിരുന്ന പേര് അലുമിനിയം, അതുപോലെ തന്നെ എക്ക സിലിക്കൺ എന്നായിരുന്നു. എക്ക അലുമിനിയം, എക്ക സിലിക്കൺ എന്നായിരുന്നു. ആ സമയത്ത് അൺനോൺ ആയിരുന്നു, പിന്നീട് അത് കണ്ടുപിടിച്ചു. പക്ഷെ അദ്ദേഹം അന്ന് തന്നെ എന്ത് ചെയ്തു, അവയിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അലുമിനിയത്തിനും അതുപോലെ തന്നെ സിലിക്കണിനും താഴെയായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ എലമെന്റ്സിന് അദ്ദേഹം പേരിട്ടിരുന്നത് എക്ക അലുമിനിയം. ഈ എക്ക അലുമിനിയം എന്ന് പറയുന്ന എലമെന്റ് ആണ് പിന്നീട് കണ്ടുപിടിച്ചത് ഗാലിയം. ചോദിക്കാം, എക്ക അലുമിനിയം എന്ന് പിന്നീട് അറിയപ്പെട്ടത്, അതുപോലെ പിന്നീടല്ല, എക്ക അലുമിനിയം എന്നുള്ള പേരിൽ അന്ന് അറിയപ്പെട്ടത് ഇപ്പോൾ അറിയപ്പെടുന്ന എലമെന്റ്. അതുപോലെ തന്നെ എക്ക സിലിക്കൺ എന്നറിയപ്പെടുന്നത് ഇപ്പോഴത്തെ ജർമ്മേനിയമാണ്. ജർമ്മേനിയം ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഡെമെട്രി മെന്റലീവ് ആണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നൊക്കെ അന്ന് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആ സമയത്ത് അദ്ദേഹം അത് പീരിയോഡിക് ടേബിൾ ഡെവലപ്പ് ചെയ്തു. അന്ന് ഈ ആറ്റത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും അധികം അങ്ങനെ സയന്റിസ്റ്റിന് വലിയ നോളജ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഫിസിസ്റ്റ്, അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചത്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചത് ആറ്റോമിക് നമ്പർ ആണ് ആറ്റോമിക് മാസിനേക്കാളും കുറച്ചുകൂടെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ഉള്ളത് ഒരു എലമെന്റിനെ വെച്ച് നോക്കുമ്പോൾ അതിനാണ് ഉള്ളത് എന്ന രീതിയിൽ. സോ പിന്നീട് ഈ മെന്റലീവിന്റെ തന്നെ പീരിയോഡിക് ലോ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു, മോഡേൺ പീരിയോഡിക് ലോ ആയി. സോ മോഡേൺ പീരിയോഡിക് ലോയുടെ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റിൽ ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ ആറ്റോമിക് നമ്പറിന്റെ പീരിയോഡിക് ഫങ്ഷൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആറ്റോമിക് നമ്പറിന്റെ പീരിയോഡിക് ഫങ്ഷൻസ് എന്നാണ് ഹെൻറി മോസ്ലി കണ്ടുപിടിച്ചത്. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് റോസ് ആണ്, ഇത് റോ ആണ്. വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഗ്രൂപ്പ്സ് ആണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോ പേരെന്താണ്, പീരീഡ്സ്. ഓക്കെ, വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ സിമിലർ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളവരെല്ലാം വെർട്ടിക്കൽ കോളംസ്, അതിനെ ഗ്രൂപ്പ് അല്ലെ ഫാമിലി എന്നൊക്കെ പറയും, അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ IUPAC അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അവരുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഗ്രൂപ്പ്സിനെ 1 to 18 എന്നാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. സോ 18 ഗ്രൂപ്പ്സ് ആണുള്ളത്, 7 പീരീഡ്സ് ആണുള്ളത്. ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹീലിയവും, അതായത് 2 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പീരീഡിൽ 8, പിന്നെ 8, പിന്നെ 18, 32 എലമെന്റ്സ്. ഇങ്ങനെയാണ് ഓരോ പീരീഡ്സിലും ഉള്ള എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. 7th പീരീഡ് ഇൻകംപ്ലീറ്റ് ആണ്. 7 പീരീഡ്സ് ആണുള്ളത്. 6th and 7th പീരീഡും എന്താണ്, ഇൻകംപ്ലീറ്റ് ആണ്. നമുക്കറിയാം അത് നേരെ എങ്ങോട്ടാണ്, ലാന്തനൈറ്റ്സ് ആക്ടിനൈറ്റ്സ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിലോട്ടാണ് വരുന്നത്.
അത് സെപ്പറേറ്റ് ആയിട്ട് ബോട്ടത്തിലായിരിക്കും ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ 4 ബ്ലോക്കുകളാണുള്ളത്. ഈ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നത് എസ് ബ്ലോക്ക്, പി എന്ന് പറയുന്നത് ഗ്രീൻ കളർ കാണിച്ച് പി, നടുക്കുള്ളത് ഡി ബ്ലോക്ക് ആണ്, ഏറ്റവും താഴെയുള്ളത് എഫ് ബ്ലോക്ക്. സോ 4 ബ്ലോക്ക് ഓഫ് എലമെന്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ ഓരോ ബ്ലോക്കിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കും. അതിലുള്ള എലമെന്റ്സും അതിന്റെ കോമ്പൗണ്ടുകളൊക്കെ നമ്മൾ പിന്നീട് പറയും. ഇത് ബേസിക് ആയിട്ടുള്ള ഓരോ ബ്ലോക്കിലും അവയുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓരോ ബ്ലോക്കുകളെ കുറിച്ചുള്ള ബ്രീഫ് ഐഡിയ ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 1, അതായത് ഗ്രൂപ്പ് 1ലുള്ള എലമെന്റ്സ് അതുപോലെ തന്നെ ഗ്രൂപ്പ് 2ലുള്ള എലമെന്റ്സ്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഫിഗർ കണ്ടാൽ മനസ്സിലാവും ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ഉൾപ്പെടുന്നതായിരിക്കും എസ് ബ്ലോക്ക് എലമെന്റ്സ്. അതിൽ ഗ്രൂപ്പ് 1നെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽ. ആൽക്കലി മെറ്റൽ ഗ്രൂപ്പ് 1. അതുപോലെ തന്നെ ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. NS1 NS2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 അതുപോലെ തന്നെ NS2 ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്സിൽ പെടുന്നതാണ്. ഇത് റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. അയണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ നമ്മൾ കണ്ടു S1ഉം S2 ആണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിന് അവർക്ക് പെട്ടെന്ന് തന്നെ വിട്ടുകൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ +1 അയൺ ഫോം ചെയ്യാൻ പറ്റും. അതായത് ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ +1, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് +2 ഫോം ചെയ്യാൻ പറ്റും. മെറ്റാലിക് ക്യാരക്ടർ, റിയാക്ടിവിറ്റി അതെല്ലാം ഒരു ഗ്രൂപ്പിൽ നിന്ന് മേളിൽ നിന്നും താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. പ്യൂർ ഫോമിൽ ഇത് കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം അതിന്റെ ഹൈ റിയാക്ടിവിറ്റി കൊണ്ട് തന്നെയാണ്. സോ ഇത്രയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള എലമെന്റ്സ്. ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18 ഇത്രയും വരെയുള്ള ഗ്രൂപ്പുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇത്രയും എലമെന്റ്സ് ആണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതും എസും കൂടെ ചേർന്ന് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിലെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നും അറിയപ്പെടുന്നു. സോ ഇവയുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP1 അതുമുതൽ NS2 NP6 ഇതിനിടയിലാണ്. ഇങ്ങനെ വേരി ചെയ്യും. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേരി ചെയ്യും NS2 NP1 മുതൽ NS2 NP6 ഓരോ പീരീഡിനനുസരിച്ചും. സോ നമ്മൾ പറഞ്ഞു NP6 വരെ വരും എന്ന് പറഞ്ഞു. ഈ NP6 എന്ന് പറയുന്നത് ഏതായിരിക്കും? ലാസ്റ്റ് പീരീഡിന്റെ ലാസ്റ്റ് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രൂപ്പ് ഉള്ളതായിരിക്കും. അതൊരു നോബിൾ ഗ്യാസ് എലമെന്റ് ആയിരിക്കും. നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ അതുപോലെ തന്നെ റെഡോൺ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? നോബിൾ ഗ്യാസിന്റെ കാറ്റഗറിയിലായിരിക്കും. അപ്പൊ ഇവയുടെ ഓർബിറ്റൽസിന്റെ പ്രത്യേകത എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് ഇലക്ട്രോൺസ്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ അറേഞ്ച്മെന്റ് ഓൾട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തോ ഇലക്ട്രോൺസ് ആഡ് ചെയ്തോ അതിന്റെ ആ സ്റ്റേബിൾ സ്ട്രക്ചർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓൾട്ടർ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ നോബിൾ ഗ്യാസസ് എപ്പോഴും റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. പിന്നീട് വരുന്ന ഗ്രൂപ്പ് 17 ആണ്. ഗ്രൂപ്പ് 17 എലമെന്റ്സ് നമ്മൾ ഹാലോജൻ എന്ന് പറയും. ഗ്രൂപ്പ് 17 നമ്മൾ ഹാലോജൻസ് എന്ന് പറയും. അതുപോലെ തന്നെ ഗ്രൂപ്പ് 16 ചാൽക്കോജൻസ്. ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട്. ഒന്നോ രണ്ടോ ഇലക്ട്രോൺസ് റെഡിലി ആഡ് ചെയ്യാൻ വേണ്ടി, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തായിരിക്കും? ഭയങ്കര ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും ഈ ഗ്രൂപ്പ് 17, 16 എന്നൊക്കെ പറയുന്നത്. സോ ഇത്രയാണ് പി ബ്ലോക്കിനെ കുറിച്ച് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ബ്ലോക്കാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് ഗ്രൂപ്പ് 3 to 12 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ, അത്രയും എലമെന്റ്സിനെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ. ഇന്നർ ഡി ഓർബിറ്റൽസ് ഫില്ല് ചെയ്യും. ഇതിൽ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ദേ റെഫേർഡ് ആസ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് N-1 D 1 to 10 NS
0 to 2 എന്നതാണ് ജനറലി ഇതിന്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം മെറ്റൽസ് ആണ്. കളേർഡ് അയൺസ് ഒക്കെ ഫോം ചെയ്യുന്ന എലമെന്റ്സ് ആണ്. അതുപോലെ തന്നെ വേരിയസ് ബാലൻസി, ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ, പാരാമാഗ്നറ്റിസം ഫീച്ചർ, ഇതെല്ലാം എന്താണ് ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. സോ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് കൂടി അതിന് പേരുണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ്. സോ എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന പേര് പറഞ്ഞാൽ, ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്, എസ് ബ്ലോക്ക് എലമെന്റ്സ് കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്, ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് 13 മുതൽ 14 വരെയുള്ള എലമെന്റ്സ്. സോ അവയ്ക്കിടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് ട്രാൻസിഷൻ മെറ്റൽസ് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഒരു പേരുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് ആണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ബോട്ടത്തിൽ കാണപ്പെടുന്ന 2 റോസ്, അത് ലാന്തനൈഡ്സ് എന്നും അറിയപ്പെടും, അതുപോലെ തന്നെ ആക്ടിനോയിഡ്സ് എന്ന് അറിയപ്പെടും. ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. സോ ഇതിലെ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓരോ എലമെന്റിൽ ഫില്ല് ചെയ്യുന്ന എഫ് ഓർബിറ്റലിലാണ്. ഇതിനെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് കൂടി ഇതിനൊരു പേരുണ്ട്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ മറ്റൊരു പേരാണ്. മെറ്റൽസ് ആണ്. ആക്ടിനോയിഡ് എലമെന്റ്സിലെ പലതും റേഡിയോ ആക്റ്റീവ് ആണ്. ചില ഈ യുറേനിയത്തിന് ശേഷമുള്ള എലമെന്റ്സിലെ ട്രാൻസ് യുറേനിയം എലമെന്റ്സ് എന്നൊക്കെ വിളിക്കും, യുറേനിയത്തിന് ശേഷമുള്ളത്. സോ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. എലമെന്റ്സിനെ നമ്മൾ പറഞ്ഞു എസ്, പി, എ, ഡി, എഫ് ബ്ലോക്ക് എലമെന്റ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എലമെന്റ്സിനെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മെറ്റൽസ്, നോൺ മെറ്റൽസ്. ഏകദേശം ഫുൾ എലമെന്റ്സിന്റെ ഏകദേശം 78% എന്തായാലും മെറ്റൽസ് തന്നെയാണ്. അത് പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ മിക്കവാറും അത് സോളിഡ് ആയിരിക്കും, മെർക്കുറി എക്സെപ്ഷൻ കേസ്. അതുപോലെ മെറ്റൽസിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. പിന്നെ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവ ഹീറ്റ്, ഇലക്ട്രിസിറ്റി ഒക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും, മാലിബിൾ ആയിരിക്കും, അതായത് നമുക്ക് ഫ്ലാറ്റൻ ചെയ്യാൻ പറ്റും, ഡക്റ്റൈൽ ആയിരിക്കും, വയേഴ്സ് ആയിട്ട് നമുക്ക് ഡ്രോൺ ചെയ്യാൻ പറ്റും. അതാണ് മെറ്റൽസിന്റെ പ്രത്യേകത. നോൺ മെറ്റൽസിന്റെ നമുക്ക് നേരെ ഓപ്പോസിറ്റ്, അത് ടോപ്പ് റൈറ്റ് ഹാൻഡ് സൈഡ് പീരിയോഡിക് ടേബിളിലാണ് നോൺ മെറ്റൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഹൊറിസോണ്ടൽ റോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി മെറ്റാലിക് ലെഫ്റ്റിൽ നിന്നും നോൺ മെറ്റാലിക് റൈറ്റിലോട്ടായിരിക്കും പ്രോപ്പർട്ടി മൂവ് ചെയ്യുന്നത്. നോൺ മെറ്റൽസിന്റെ കേസ് പറഞ്ഞാൽ സോളിഡ്സ് ആകാം, ഗ്യാസസ് അറ്റ് റൂം ടെമ്പറേച്ചർ ആകാം, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് കുറവാണ്, എക്സെപ്ഷൻ ബോറോൺ ആൻഡ് കാർബൺ. പിന്നെ അതുപോലെ തന്നെ പ്യുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, പ്യുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ പറയുന്ന ബ്രിട്ടിലാണ്. മിക്കവാറുള്ള നോൺ മെറ്റാലിക് സോളിഡ്സ് ബ്രിട്ടിലാണ്, മാലിബിൾ, ഡക്റ്റൈലും ഒന്നും ആയിരിക്കത്തില്ല. നമ്മളൊരു ഗ്രൂപ്പിൽ നിന്ന് മേളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ കുറച്ച് എലമെന്റ്സ് എന്താണ് മോർ മെറ്റാലിക് ആവുന്നു. നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടുന്നു. പീരിയോഡിക് ടേബിളിനെ നമ്മൾ കൺസിഡർ ചെയ്യും. അതുപോലെ ചില എലമെന്റ്സ് ഉണ്ട്, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെല്യൂരിയം, അങ്ങനെ ഒരു ചില എലമെന്റ്സ് ഉണ്ട്. അത് മെറ്റാലിക്കിൽ നിന്ന് നോൺ മെറ്റാലിക് ക്യാരക്ടറിലോട്ടുള്ള ചേഞ്ച് അബ്രപ്റ്റ് അല്ല, പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ച് സിഗ്സാഗ് ലൈനാണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് എലമെന്റ്സ്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിലിക്കൺ, ജെർമേനിയം, ചിലത് ഈ ഒരു ലൈൻ ബോർഡറിലായിരിക്കും. പീരിയോഡിക് ടേബിൾ ഡയഗണലി ആയിരിക്കും റൺ ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടീസ്. സോ ഇങ്ങനെയുള്ള എലമെന്റ്സിനെ നമ്മൾ സെമി മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് എന്ന് പറയും. ജെർമേനിയം, സിലിക്കൺ, ആഴ്സനിക്, അങ്ങനെയുള്ള എലമെന്റ്സിന് നമ്മൾ അങ്ങനെ പേരും പറയും. സോ നമ്മൾ എസും പിയും ഡിയും എഫും ബ്ലോക്ക് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന പോലെ തന്നെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ സെമി മെറ്റൽസ് എന്ന് അറിയപ്പെടും. ആ ക്ലാസിഫിക്കേഷനും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും. ഇനി നമ്മൾ ഈ പീരിയോഡിക് ടേബിളിൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു, അതായത് അതിന്റെ ഇലക്ട്രോൺ ഗെയിൻ, എൻതാൽപ്പി, നെഗറ്റിവിറ്റി, ആറ്റോമിക് റേഡിയസ്, ഇവയിലൊക്കെ എന്തുമാത്രം ഡിഫറൻസ് വരുന്നു, അല്ലെ എന്താണ് അതിലൊരു മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റോമിക് റേഡിയസിനെ കുറിച്ചാണ്. ആറ്റോമിക് റേഡിയസ് ആറ്റോമിക് റേഡിയസ് ബേസിക്കലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിന്റെ സെൻട്രൽ നിന്നും ഇലക്ട്രോൺസ് ഉള്ള ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്.
സോ ഒരു പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ ആറ്റോമിക് സൈസ് ഡിക്രീസസ് across a period. എന്തുകൊണ്ടാണ് അത് ഡിക്രീസസ് ആണെന്ന് പറയാൻ കാരണം? ഔട്ടർ ഇലക്ട്രോൺസ് ഒരു പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്ത് അതിന്റെ ഔട്ടർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സെയിം വാലൻസ് ഷെല്ലിലായിരിക്കും. എഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ടിരിക്കും. ആറ്റോമിക് നമ്പർ കൂടുന്നു, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, അപ്പോൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനോടുള്ള അട്രാക്ഷനും കൂടുന്നു. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ വെർട്ടിക്കൽ കോളം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പീരിയോഡിക് ടേബിളിന്റെ ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച്. സോ പീരീഡിൽ അത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? താഴോട്ട് വരുന്ന ഒരു ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് നോക്കുന്നത് അയോണിക് റേഡിയസ്. അയോണിക് റേഡിയസ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ്, അതുപോലെ തന്നെ അയോണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല്, ഇലക്ട്രോൺ ഉള്ള അയോണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് തമ്മിലുള്ള എഫക്റ്റീവ് ഡിസ്റ്റൻസ് ആണ് ഏതെന്ന് പറയുന്നത്? അയോണിക് റേഡിയസ് എന്ന് പറയുന്നത്. സോ അയോണിക് റേഡിയസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കാറ്റിയോൺ അതുപോലെ തന്നെ ആനിയോൺ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്നതാണ് ഈ കാറ്റിയോണും ആനിയോണും. കാറ്റിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഫോം ചെയ്യുന്നത് ഒരു കാറ്റിയോൺ ആണ്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്താണ്? ആനിയോൺ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അയോണിക് ക്രിസ്റ്റൽസിൽ അയോൺസ് കാറ്റിയോൺസും ആനിയോൺസും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് നമുക്ക് അയോണിക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാം, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കാറ്റിയോൺ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ പേരന്റ് ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും, കാരണം അതിൽ ഇലക്ട്രോൺസ് കുറവാണ്. ന്യൂക്ലിയർ ചാർജ് സെയിം ആണ്, ബട്ട് എന്താണ്? ഇലക്ട്രോൺസ് കുറവാണ്. ആനിയോൺ എന്ന് പറയുന്നത് ആനിയോണിന്റെ സൈസ് എപ്പോഴും പേരന്റ് ആറ്റത്തെക്കാളും വലുതാണ്, കാരണം ഒന്നോ രണ്ടോ ഇലക്ട്രോൺസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ റിപ്പൽഷൻ കൂടുന്നുണ്ട് ഇലക്ട്രോൺസ് തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിൽ എന്ത് സംഭവിക്കുന്നു? കുറവ് സംഭവിക്കുന്നു. സോ ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്, കുറച്ച് എലമെന്റ്സ് നമ്മൾ എടുത്തു, കുറച്ച് അയോൺസ് നമ്മൾ എടുക്കുകയാണ്. O2-, അതുപോലെ F-, Na+, ഒന്ന് കാറ്റിയോൺ ആണ്, അതുപോലെ തന്നെ ആനിയോണും ഉണ്ട്. സോ ഈ 4 അയോൺസ് നമ്മൾ എടുക്കുകയാണ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇതിനുള്ളതെന്ന് വിചാരിക്കുക. പക്ഷേ ഇവയുടെ റേഡിയസ് ഡിഫറെന്റ് ആയിരിക്കും, കാരണം ഡിഫറെന്റ് ന്യൂക്ലിയർ ചാർജ് ആയിരിക്കും. ഗ്രേറ്റർ പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റിയോണിനായിരിക്കും എപ്പോഴും സ്മോളർ ആയിട്ടുള്ള റേഡിയസ്, കാരണം എന്താണ്? അവയുടെ ഇലക്ട്രോൺസിന് ന്യൂക്ലിയസിനോട്ടുള്ള അട്രാക്ഷൻ കൂടുതലുണ്ട്. ആനിയോൺ, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആനിയോൺ ആയിരിക്കും ലാർജസ്റ്റ് റേഡിയസ്. ഓക്കെ, അതും കൂടെ നോട്ട് ചെയ്യാം. അതായത് കാറ്റിയോൺ വിത്ത് greater positive charge, small radius, because of greater attraction. അതുപോലെ തന്നെ ആനിയോൺ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ greater negative charge, large radius. ആ പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് അയനൈസേഷൻ എൻതാൽപ്പി. അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമുള്ള എനർജി. ആ എനർജി അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, അതിന്റെ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി എന്ന് പറയുന്നതാണ് അയനൈസേഷൻ എൻതാൽപ്പി. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്. ആ എക്സ് എലമെന്റിൽ കുറച്ച് അയനൈസേഷൻ എൻതാൽപ്പി കൊടുത്ത് നമ്മൾ എക്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു അയോൺ ഫോം ചെയ്യുന്നു, പ്ലസ് ഇലക്ട്രോൺ ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ അവിടെ ഒരു അയനൈസേഷൻ എൻതാൽപ്പി ഉണ്ടായിരിക്കുമല്ലോ. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി എപ്പോഴും എന്തായിരിക്കും? അതായത് സെക്കൻഡ് മോസ്റ്റ് ലൂസിലി ബൗണ്ട് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമുള്ള എനർജി ആയിരിക്കും. സോ എക്സ് പ്ലസിൽ നിന്നും പിന്നെ എന്ത് സംഭവിക്കുന്നു? X2+ പ്ലസ് ഇലക്ട്രോൺ ഫോം ചെയ്യുന്നു. അതായത് എപ്പോഴും ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാൻ എനർജി ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ അയനൈസേഷൻ എൻതാൽപ്പി പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അയനൈസേഷൻ സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഓൾവേസ് ഹയർ ദാൻ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി. കാരണം ഒരു പോസിറ്റീവ് ചാർജ്ഡ് അയോണിൽ നിന്നും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ സാധാരണ ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഡിഫിക്കൽട്ടാണ്, മച്ച് ഡിഫിക്കൽട്ടാണ്. സോ അപ്പോൾ സെക്കൻഡ് ആയിരിക്കും കൂടുതൽ. നെക്സ്റ്റ് തേർഡ് അയനൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും കൂടുതൽ.
സോ നമ്മൾ ഇനി ഗ്രൂപ്പിനെയും പീരീഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി പീരീഡിന്റെ ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഡിക്രീസസ് ഇൻ ഗ്രൂപ്പ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പീരീഡിൽ. ഡിക്രീസസ് ഇൻ ഗ്രൂപ്പ്. ഡിക്രീസസ് ഇൻ ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ മൂലം, പിന്നെ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൽഷൻ മൂലം. നെക്സ്റ്റ് പോയിന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്? അതായത് ആറ്റത്തിലൂടെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുക, അതിനുള്ള എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്ന പൗളിംഗ് സ്കെയിലൊക്കെ ഉപയോഗിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യാൻ പറ്റും. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒരു പീരീഡിനെ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മാറും എന്നതെന്നാൽ ഒരു ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലിത്തിയം ടു ഫ്ലോറിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഡൗൺ ടു ഗ്രൂപ്പ് എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. അതായത് ഫ്ലോറിൻ ടു അസ്റ്റാർട്ടിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. സോ ആ പോയിന്റ് എഴുതാം, ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഗ്രൂപ്പിൽ. ഡിക്രീസസ് ഫ്രം ബോട്ടം, ഡിക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. സോ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഔട്ടർ, അതായത് വാലൻസ് ഇലക്ട്രോൺസും അതുപോലെ ന്യൂക്ലിയസും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആറ്റോമിക് റേഡിയസ് കുറയുന്നതനുസരിച്ച് ഈ ഒരു അട്രാക്ഷൻ കൂടും ഒരു പീരീഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് സംഭവിക്കും? കൂടും. ഇലക്ട്രോനെഗറ്റിവിറ്റി സൈസ്, ഒരു ഗ്രൂപ്പിലെ ആറ്റോമിക് സൈസ് താഴോട്ട് വരുന്തോറും കൂടുവാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ വാല്യൂ കുറയും. അയണൈസേഷൻ എൻതാൽപ്പിയുടെ അതേ കേസ് പോലെ. സോ നമ്മൾ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു. പീരിയോഡിക് ടേബിളിന്റെ ഗ്രൂപ്പ്സുകൾ, പീരീഡുകൾ ഏതൊക്കെ ബ്ലോക്കുകളാണെന്ന് പഠിച്ചു. ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓരോ ബ്ലോക്കുകളും ബ്രീഫായിട്ടാണ് പറഞ്ഞു പോയത്. നമ്മൾ ഇനിയാണ് അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അതായത് എസ് ബ്ലോക്ക് എലമെന്റ്സിൽ പെടുന്ന എലമെന്റ്സ്, പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ ഉണ്ടാവും, എലമെന്റ്സ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകൾ ഉണ്ടാകും, അതിന്റെ പ്രത്യേകതകളെല്ലാം കൂടെ നമ്മൾ ഇനിയാണ് നോക്കുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് തന്നെയാണ്. എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ ഓൾറെഡി ബ്രീഫ്ലി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് എസ് ഓർബിറ്റലിൽ വരുന്നത് കൊണ്ട് നമ്മൾ അതിനെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. എസ് ഓർബിറ്റൽ മാക്സിമം 2 ഇലക്ട്രോൺസേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എസ് ബ്ലോക്കിൽ പെടുന്നത് ഏത് ഗ്രൂപ്പുകളാണ്? അത് നമ്മൾ പറഞ്ഞതാണ്, ഗ്രൂപ്പ് 1 and 2 ആണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഗ്രൂപ്പ് 1 and 2. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെടുന്നതാണ് ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം തുടങ്ങിയവ. സോ അവയുടെ കൂട്ടത്തോട് പറയുന്ന പേര് ആൽക്കലി മെറ്റൽസ്. നമ്മൾ പറഞ്ഞതാണ് ആൽക്കലി മെറ്റൽസ് ആണ്. സോ ഏതൊക്കെ എലമെന്റ്സ് ആണ്? ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. എന്തുകൊണ്ടാണ് ഇവയെ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കാൻ കാരണം? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും, വിച്ച് ആർ സ്ട്രോങ്ലി ആൽക്കലൈൻ. അതുകൊണ്ട് ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. നെക്സ്റ്റ് എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 2വിലെ എലമെന്റ്സ് ബെറീലിയം, മാഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. ഈ എലമെന്റ്സ് ബെറീലിയം ഒഴിച്ച് ബാക്കിയുള്ളതിനെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. കാരണം ഇതിന്റെ ഓക്സൈഡ്സ്, ഹൈഡ്രോക്സൈഡ്സ് എല്ലാം ആൽക്കലൈൻ നേച്ചർ ആണ്. ഈ മെറ്റൽ ഓക്സൈഡ്സ് എല്ലാം എർത്തിന്റെ ക്രസ്റ്റിൽ മെയിനായിട്ട് കാണപ്പെടുന്നു. സോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. സോ ആൽക്കലൈൻ മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് 1 എലമെന്റ്സ്. ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൽക്കലി മെറ്റൽസ്. ഇവയുടെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നേരത്തെ തന്നെ ബ്രീഫ്ലി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വാലൻസ് ഇലക്ട്രോൺ ഇവയ്ക്ക് കാണത്തുള്ളൂ. NS1 എന്നാണ് ഇവരുടെ ഔട്ടർ NS1 എന്നാണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ആയിട്ട് മാറ്റും. കാരണം ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള എസ് ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കാൻ ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ആണ്, വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാണ് ഇവർക്ക് കൂടുതലുള്ളത്. പെട്ടെന്ന് തന്നെ ഇലക്ട്രോൺ ലൂസ് ചെയ്ത് മോണോവാലന്റ് ആയിട്ടുള്ള M+ അയോൺസ്, കാറ്റയോൺസ് ഫോം ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഫ്രീ സ്റ്റേറ്റിലൊന്നും ഈ ഒരു മെറ്റൽസ് അധികം ഫൗണ്ട് ചെയ്യത്തില്ല. സോ അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 ആണ്.
ലിത്തിയം, സോഡിയം. ഇപ്പോൾ എക്സാമ്പിൾ എടുത്താൽ ലിത്തിയം Li 1s1 2, അതായത് 3 ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ 2 1 എന്നുള്ള രീതിയാണ്. സോഡിയം എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 2 8 1 എന്ന് വരും. സോ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എപ്പോഴും 1 ആണ്. അപ്പോൾ കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആവാനാണ് ഇതിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. ആറ്റോമിക് സൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. സോ ലിത്തിയം ടു സീഷ്യം വരുമ്പോൾ ആറ്റോമിക് സൈസ് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആണ്. എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവയുടെ റിയാക്ടിവിറ്റി ഇൻ എയർ. സോ എയറിൽ ഈ എലമെന്റ്സ് റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു. ഇപ്പോൾ ലിത്തിയം ആണ്, ലിത്തിയം ഓക്സിജനോട് കൺവേർട്ട് ചെയ്ത് ലിത്തിയം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇപ്പം ലിത്തിയം മോണോക്സൈഡ് ഫോം ചെയ്യുന്നു, സോഡിയം പെറോക്സൈഡ് ഫോം ചെയ്യുന്നു, മറ്റ് ആൽക്കലി മെറ്റൽസുകൾ സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇവയ്ക്ക് എയറിനോടും വാട്ടറിനോടും ഹൈ റിയാക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ആൽക്കലി മെറ്റൽസ് നോർമലി കെറോസിൻ ഓയിലാണ് കെപ്റ്റ് ചെയ്യുന്നത്. ഹൈലി റിയാക്റ്റീവ് ആണ്. സോ ഇറ്റ്സ് കെപ്റ്റ് ഇൻ കെറോസിൻ ഓയിൽ. വാട്ടർ ആയിട്ടുള്ള റിയാക്ടിവിറ്റിയിൽ എന്താണ് ഫോം ചെയ്യുന്നത്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്നത് ഹൈഡ്രോക്സൈഡും ഡൈഹൈഡ്രജനുമാണ്. ഹൈഡ്രോക്സൈഡ് ആൻഡ് H2 ആണ് ഫോം ചെയ്യുന്നത്. H2. സോ നമ്മൾ ഗ്രൂപ്പ് 1നെ കുറിച്ചാണ് പറയുന്നത്. ഗ്രൂപ്പ് 1ലെ എലമെന്റ്സിന് എന്തൊക്കെ യൂസസ് ഉണ്ടെന്ന് നോക്കാം. ലിത്തിയം മെറ്റൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അലോയ്സ് ഫോം ചെയ്യാൻ യൂസ് ചെയ്യും. അതായത് വൈറ്റ് മെറ്റലിലുള്ള ഒരു എലമെന്റ് ആണ് എന്ന് പറയുന്നത് ലിത്തിയം. ലെഡുമായിട്ട് ചേർന്ന് വൈറ്റ് മെറ്റൽ ഫോം ചെയ്യുന്നു. ആര്? ലിത്തിയം. അത് മോട്ടോർ എഞ്ചിൻസിനൊക്കെ സഹായകമാണ്, ബിയറിങ്സിനൊക്കെ. പിന്നെ അലുമിനിയമായിട്ട് ഫോം ചെയ്യുന്ന എയർക്രാഫ്റ്റ് പാർട്സ് മാഗ്നീഷ്യമായിട്ട് ഫോം ചെയ്യുന്നു. തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നു. അതുപോലെ ഇലക്ട്രോ കെമിക്കൽ സെൽസിൽ യൂസ് ചെയ്യുന്നു. സോഡിയം ആണെന്നുണ്ടെങ്കിൽ സോഡിയം അലോയ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ആന്റിനോക്ക് അഡിറ്റീവ്സ് ആയിട്ട് പെട്രോൾ യൂസ് ചെയ്യുന്നു. കൂളന്റ് ആയിട്ട് ലിക്വിഡ് സോഡിയം മെറ്റൽ ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ പൊട്ടാസ്യം നമുക്കറിയാം. പൊട്ടാസ്യം ബയോളജിക്കൽ സിസ്റ്റത്തിന് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട വൈറ്റൽ റോളാണ് പൊട്ടാസ്യത്തിനുള്ളത്. പൊട്ടാസ്യം ക്ലോറൈഡ് ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സീസിയം റിവൈസിങ് ഫോട്ടോ ഇലക്ട്രിക് സെൽസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആൽക്കലി മെറ്റൽസിന്റെ യൂസസ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം ആണ് നോക്കുന്നത്. സോഡിയത്തിന്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് നമുക്ക് പേരിൽ തന്നെ മനസ്സിലാകും, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, ഇതെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോഡിയം കാർബണേറ്റ് മറ്റൊരു പേര് വാഷിംഗ് സോഡ. കെമിക്കൽ ഫോർമുല Na2CO3 10H2O. ഇമ്പോർട്ടൻ്റ് ആണ്. വാഷിംഗ് സോഡ എന്ന് തന്നെ ഡയറക്റ്റ്ലി ചിലപ്പോൾ ചോദിക്കാം, എന്താണ് അതിന്റെ ഫോർമുല, എന്താണ്, അല്ലെങ്കിൽ ജനറലി എന്താണ്. സോ ഇത് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര് സോൾവേ പ്രോസസ് എന്നാണ്. സോൾവേ പ്രോസസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ സോഡിയം കാർബണേറ്റ് ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ഫോമാണ്. സോ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡീകാഹൈഡ്രേറ്റ് ഫോമിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. Na2CO3 10H2O. ഡീകാഹൈഡ്രേറ്റ് 10H2O. ഒരു വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. റെഡിലി സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഡെക്കഹൈഡ്രേറ്റ് അതായത് 10H2O എന്ന് പറയുന്നത് വാട്ടർ ലൂസ് ചെയ്യും, ക്രിസ്റ്റലൈസ്ഡ് ആയിട്ട് മോണോഹൈഡ്രേറ്റ് ഫോം ചെയ്യും. എബവ് 373 കെൽവിനിൽ വീണ്ടും ഹീറ്റഡ് ആകുമ്പോൾ ഈ മോണോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി അൺഹൈഡ്രൈസ് ആയിട്ട് ഒരു വൈറ്റ് പൗഡർ ആയിട്ട് ഫോം ചെയ്യും. അതിന്റെ പേരാണ് സോഡ ആഷ്. സോ എബവ് 373 Kelvin monohydrate become completely anhydrous and form soda ash. സോഡിയം കാർബണേറ്റിന്റെ യൂസസ് എന്തൊക്കെയാണ്? വാട്ടർ സോഫ്റ്റനിങ്, ലോണ്ടറി പർപ്പസ്, ക്ലീനിങ് പർപ്പസ്, അതുപോലെ തന്നെ മാനുഫാക്ചർ ഓഫ് ഗ്ലാസ്,
ബോറാക്സ്, സോപ്പ്, കോസ്റ്റിക് സോഡ, പേപ്പർ, പെയിന്റ്സ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്യും. സോഡിയം കാർബണേറ്റിന്റെ സിമ്പിൾ, ആ പേര്, അതുപോലെ തന്നെ അത് 373 കെൽവിനിലും മേളിൽ അത് ഇത് ചെയ്യുമ്പോൾ മോണോഹൈഡ്രേറ്റഡ് മാറി അൺഹൈഡ്രസ്ഡ് ആയിട്ടൊരു വൈറ്റ് പൗഡർ ഫോം ചെയ്യുന്നു, സോഡ ആഷ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ കെമിക്കൽ ഫോമുല ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പ്രധാനപ്പെട്ട കോമ്പൗണ്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്, NaCl. സീ വാട്ടറിലാണ് ഏറ്റവും കൂടുതൽ അബൻഡന്റ് ആയിട്ട് സോഡിയം ക്ലോറൈഡ് ഉള്ളത്. യൂസസ് നമുക്കറിയാം, കോമൺ സോൾട്ട് ആണ്, ടേബിൾ സോൾട്ട് ആണ്. NaOH, Na2CO3 യുടെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും സോഡിയം ക്ലോറൈഡ് ആണ്, ടേബിൾ സോൾട്ട്. ഡൊമസ്റ്റിക് പർപ്പസസിന് കോമൺ സോൾട്ട് എല്ലാം എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. നെക്സ്റ്റ് സോഡിയത്തിന്റെ കോമ്പൗണ്ട് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ. കെമിക്കൽ ഫോർമുല NaOH. ഇതൊരു വൈറ്റ് ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള സോളിഡ് ആണ്, വാട്ടറിൽ സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആൽക്കലൈൻ സൊല്യൂഷൻ വാട്ടറിൽ സൊല്യൂബിൾ ആകുമ്പോൾ ലഭിക്കും. പിന്നെ ഇതിന്റെ യൂസസ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ഓഫ് സോപ്പ്, അതുപോലെ തന്നെ പേപ്പർ, പെട്രോളിയം റിഫൈനിങ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ്, കോട്ടൺ ഫാബ്രിക്സിന് വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് സോഡിയം ഹൈഡ്രജൻ കാർബൺ, സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് ബേക്കിംഗ് സോഡ. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, NaHCO3, ബേക്കിംഗ് സോഡ. എന്തുകൊണ്ടാണ് ഇതിന് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്? ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ ഡികമ്പോസ് ചെയ്ത് ബബിൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അത് നമ്മൾ കേക്കില്, പേസ്ട്രീസിലൊക്കെ ഹോൾസ് കാണുന്നത്, കുറച്ച് ലൈറ്റ് ആക്കുന്നു, കുറച്ച് ഫ്ലഫി ആക്കുന്നു. സോ അതാണ് അതിന് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. മെയിനായിട്ടും ഇതൊരു ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് മൈൽഡ് ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്. സോ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ കുറിച്ചുള്ള കുറച്ചുള്ള ക്ലാസ് ആണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആണ്. ഗ്രൂപ്പ് 2 എലമെന്റ്സ് അല്ലെങ്കിൽ മറ്റൊരു പേര് ആൽക്കലൈൻ എർത്ത് എലമെന്റ്സ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. സോ ഇതിൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളത്? ബെറീലിയം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ആൽക്കലി മെറ്റൽസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബെറീലിയം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്മൾ ആൽക്കലി മെറ്റൽസ് നോക്കിയ പോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 ഇലക്ട്രോൺസ് ആയിരിക്കും അവയുടെ s ഓർബിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. സോ നമ്മൾ ജനറലി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോബിൾ ഗ്യാസ് ബ്രാക്കറ്റിന്റെ പുറത്ത് NS2. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ബെറീലിയം ആണെങ്കിൽ 4 ആണ്, അപ്പോൾ 1s2 2s2 എന്നായിരിക്കും. അതുപോലെ മാഗ്നീഷ്യം ആണെങ്കിൽ ലാസ്റ്റ് 2p6 3s2 ആയിരിക്കും. സോ എന്താണ് അതിന്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് NS2 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആറ്റോമിക് റേഡിയസ്, അതുപോലെ അയോണിക് റേഡിയസ് ആണ്. ആറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും ആൽക്കലി മെറ്റൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. കാരണം എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടുവാണ്. സോ ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതേ പോയിന്റ് തന്നെയാണ് ഇവിടെ. ആറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് കൂടും. പക്ഷെ ആൽക്കലൈൻ മെറ്റൽസിന്റെ കേസിൽ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കേസിൽ സ്മോളർ ദാൻ എന്തായിരിക്കും? സ്മോളർ ദാൻ ആൽക്കലി മെറ്റൽസ് ആയിരിക്കും. ആൽക്കലി ആറ്റോമിക് റേഡിയസ്. ഇനി ഗ്രൂപ്പ് 2 എലമെന്റ്സിന്റെ യൂസസ് എന്തൊക്കെയാണ്? എന്തൊക്കെ യൂസേജ് ആണുള്ളത്? ഇപ്പൊ ബെറീലിയം, ഫസ്റ്റ് എലമെന്റ് പറയുകയാണ് ബെറീലിയം. നമ്മൾ അലോയ്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അലോയ്സ്, കോപ്പർ, ബെറീലിയം അലോയ്സ് നമ്മൾ ഹൈ സ്ട്രെങ്ത് സ്പ്രിംഗ് ഒക്കെ
ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. മെറ്റാലിക് ബെറീലിയം ആണെങ്കിൽ എക്സ്റേ ട്യൂബ്സിന് വിൻഡോസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് മാഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ മാഗ്നീഷ്യം ഒരുപാട് അലോയ്സ് ഫോം ചെയ്യും. അലുമിനിയം ആയിട്ട്, സിങ്ക് ആയിട്ട്, മാംഗനീസ്, ടിൻ ഒക്കെ ആയിട്ട്. മാഗ്നീഷ്യം അലുമിനിയം അലോയ്സ് ഒക്കെ മാസിൽ കുറവായതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. എയർക്രാഫ്റ്റ് കൺസ്ട്രക്ഷൻ മാഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, മാംഗനീസ്, ടിൻ ഒക്കെ ആയിട്ട് നമുക്ക് അലോയ് ഫോം ചെയ്യാൻ പറ്റും. മാഗ്നീഷ്യം പൗഡർ റിബണും നമ്മൾ ഫ്ലാഷ് പൗഡേഴ്സിൽ യൂസ് ചെയ്യും, ബൾബിൽ യൂസ് ചെയ്യും. അതുപോലെ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, വാട്ടറിലുള്ള മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ മിൽക്ക് ഓഫ് മാഗ്നീഷ്യ എന്നറിയപ്പെടും. അത് ആന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യും മെഡിസിനിൽ. മാഗ്നീഷ്യം കാർബണേറ്റ് ഒരു ടൂത്ത് പേസ്റ്റിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നെക്സ്റ്റ് കാൽസ്യം മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. കാൽസ്യം യൂസ്ഡ് ഇൻ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, ഓക്സൈഡിൽ നിന്നും എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ഓക്സൈഡ്സ്. കാൽഷ്യം ബേരിയം മെറ്റലുകൾ എലവേറ്റഡ് ടെമ്പറേച്ചറിൽ അവരുടെ റിയാക്ടിവിറ്റി അനുസരിച്ച് വാക്യൂം ട്യൂബ്സിൽ എയർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതുപോലെ റേഡിയം സോൾട്ടുകൾ റേഡിയോ തെറാപ്പിയിൽ ഉപയോഗിക്കും. ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഉപയോഗിക്കും റേഡിയം ക്യാൻസർ ട്രീറ്റ്മെന്റ്. ഇപ്പൊ നമ്മൾ സോഡിയത്തിന്റെ കോമ്പൗണ്ട്സ് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഈ ഒരു ഗ്രൂപ്പ് 2 ഉണ്ട്. പ്രധാനമായിട്ട് കാൽസ്യത്തിന്റെ കോമ്പൗണ്ട്സുകളാണ്. അതായത് കാൽസ്യം സൾഫൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, സിമെന്റ്, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളാണ്. സോ അതിനെക്കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് വൺ കാൽസ്യം ഓക്സൈഡ്, മറ്റൊരു പേര് ക്വിക്ലൈം. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് ക്വിക്ലൈം. അതിന്റെ ഒരു കെമിക്കൽ ഫോർമുല അതുകൂടെ മനസ്സിലാക്കിയിരിക്കണം. CaO. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കമേഴ്ഷ്യൽ സ്കെയിലിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ലൈംസ്റ്റോൺ ഹീറ്റ് ചെയ്തിട്ടാണ്. ലൈംസ്റ്റോൺ ഒരു 1070-1270 കെൽവിനിൽ ഹീറ്റ് ചെയ്തിട്ടാണ്. ഈ ഒരു ലൈംസ്റ്റോൺ എന്ന് പറയുന്നത് CaCO3 ആണ്. CaCO3 എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ്. സോ അത് നമ്മൾ ഹീറ്റ് ചെയ്യും. നമുക്ക് ലഭിക്കും CaO+CO2. സോ എങ്ങനെയാണ് ക്വിക്ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നത്? ഹീറ്റിംഗ് ലൈംസ്റ്റോൺ ആണ്. ഇങ്ങനെ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യും. ഇത് പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ചെയ്ത് കളയും. കാൽസ്യം ഓക്സൈഡ് ഒരു അമോർഫസ് വൈറ്റ് സോളിഡ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അറ്റ്മോസ്ഫിയർ എക്സ്പോഷർ ആകുമ്പോൾ അത് മോയ്സ്ചർ അബ്സോർവ് ചെയ്യും. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അബ്സോർവ് ചെയ്യും. വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നത് മൂലം ലൈമിന്റെ ലംബ് ബ്രേക്ക് ചെയ്യും. സോ ആ പ്രോസസ്സ് നമ്മൾ സ്ലാക്കിംഗ് ഓഫ് ലൈൻ എന്നും പറയും. എന്താണ് കാൽസ്യം ഓക്സൈഡിന്റെ യൂസസ് എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ് കോസ്റ്റിക് സോഡയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഷുഗർ പ്യൂരിഫിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഡൈ സ്റ്റഫ് മാനുഫാക്ചറിംഗിൽ ഉപയോഗിക്കുന്നു. സിമെന്റ് മാനുഫാക്ചറിംഗിൽ ഒരു പ്രൈമറി മെറ്റീരിയൽ ആയിട്ടും ഏത് ഉപയോഗിക്കുന്നു? കാൽസ്യം ഓക്സൈഡ്. സോ അതിന്റെ പേര്, അതിന്റെ കെമിക്കൽ ഫോർമുല, അതെങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് കാൽസ്യത്തിന്റെ കോമ്പൗണ്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതിന്റെ മറ്റൊരു പേര് സ്ലാക്കഡ് ലൈം. സോ അതിന്റെ ഒരു കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CaOH2 ആണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ക്വിക്ലൈം അതായത് CaOയിലോട്ട് വാട്ടർ ആഡ് ചെയ്തതിനു ശേഷമാണ് എന്ത് ഫോം ചെയ്യുന്നത്? CaOH2 അല്ലെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ CaO plus H2O will give CaOH2. അതാണ് ഇതിന്റെ പ്രിപ്പറേഷൻ. സോ കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ കേസ് നമ്മൾ പറഞ്ഞു. വാട്ടർ ക്വിക്ലൈമിൽ ആഡ് ചെയ്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു വൈറ്റ് അമോർഫസ് പൗഡർ ആണ്. അക്വ സൊല്യൂഷനെ നമ്മൾ ലൈം വാട്ടർ എന്ന് പറയും. അതുപോലെ സ്ലാക്കഡ് ലൈം ഇൻ വാട്ടറിനെ ആ സസ്പെൻഷനെ നമ്മൾ മിൽക്ക് ഓഫ് ലൈം എന്ന് പറയും. കാർബൺ ഡൈ ഓക്സൈഡ് ഈ ലൈം വാട്ടറിലോട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് മിൽക്കി കളർ ആവും ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് CaCO3. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ പ്രധാന യൂസസ് എന്താണെന്ന് വെച്ചാൽ മോട്ടോർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. മോട്ടോർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. MORTAR. യൂസസ് നോക്കുകയാണെങ്കിൽ മോട്ടാർ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ വൈറ്റ് വാഷിന് വേണ്ടി യൂസ് ചെയ്യും. ഗ്ലാസ് മേക്കിങ്ങിന് യൂസ് ചെയ്യും. ടാനിങ് ഇൻഡസ്ട്രിയിൽ ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പറേഷൻ അതിനൊക്കെ ഏത് യൂസ് ചെയ്യും? കാൽസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യും. നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് കാൽസ്യം കാർബണേറ്റ്. കെമിക്കൽ ഫോർമുല CaCO3.
കാൽസ്യം കാർബണേറ്റ് പല ഫോമിലും കാണാൻ പറ്റും. അതായത് ലൈംസ്റ്റോൺ, ചോക്ക്, മാർബിൾ. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് സ്ലേക്കറ്റ് ലൈമിൽ പാസ് ചെയ്താണ്, അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് കാൽസ്യം ക്ലോറൈഡിലോട്ട് ആഡ് ചെയ്താണ്. അപ്പോൾ ഒരു ബേസ് എന്ന് പറയുന്നത് കാൽസ്യം സ്ലേക്കറ്റ് ലൈമിലോട്ട്. അപ്പോൾ സ്ലേക്കറ്റ് ലൈം എന്ന് പറയുന്നത് CaOH2 ആണ്. അതിലോട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നു. സോ നമുക്ക് CaCO3 പ്ലസ് H2O. സോ ഇങ്ങനെയാണ് ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രിപ്പറേഷൻ കാൽസ്യം ക്ലോറൈഡിലോട്ട് സോഡിയം കാർബണേറ്റ് Na2CO3 ആഡ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് എന്ത് ലഭിക്കും? CaCO3 പ്ലസ് NaCl കിട്ടും. സോ ഈ രണ്ട് രീതിയിലും നമുക്ക് കാൽസ്യം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാൽസ്യം കാർബണേറ്റിന്റെ യൂസസ് ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കും. മാർബിളിന്റെ ഫോമിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ, അതുപോലെ ക്വിക്ക് ലൈമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ക്വിക്ക് ലൈം. പിന്നെ മാഗ്നീഷ്യം കാർബണേറ്റ് ആയിട്ട് കാൽസ്യം കാർബണേറ്റ് ജോയിൻ ചെയ്ത് ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിൽ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഹൈ ക്വാളിറ്റി പേപ്പർ മാനുഫാക്ചറിങ് ഉപയോഗിക്കും. ആന്റാസിഡ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ടൂത്ത് പേസ്റ്റിൽ മൈൽഡ് അബ്രസീവ് ആയിട്ട് ഉപയോഗിക്കാം. ചൂയിങ് ഗം കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കോസ്മെറ്റിക്സിൽ ഫില്ലർ ഐറ്റംസ് ആയിട്ടും ഒക്കെ ഏത് ഉപയോഗിക്കാറുണ്ട്? കാൽസ്യം കാർബണേറ്റ് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് കാൽസ്യം സൾഫേറ്റ്. കാൽസ്യം സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയും. മറ്റൊരു പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇക്വേഷൻ CaSO4H2O. കാൽസ്യം സൾഫേറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഗിബ്സത്തെ 393K ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് കാൽസ്യം സൾഫേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത്. ഏകദേശം ഒരു 393 കെൽവിനിൽ അത് ഹീറ്റ് ചെയ്യണം. അപ്പോൾ 393 കെൽവിന് ശേഷം ഒരു ക്രിസ്റ്റലൈസേഷൻ ഓഫ് വാട്ടർ ഒന്നും ഫോം ചെയ്യില്ല. അൺഹൈഡ്രസ് ആയിട്ടുള്ള കാൽസ്യം സൾഫേറ്റ് കിട്ടും. അതാണ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ ഫോം ചെയ്യുന്നത്. സോ എങ്ങനെയാണ് കാൽസ്യം സൾഫേറ്റ് ഫോം ചെയ്യുന്നത് മനസ്സിലാക്കുക. ഗിബ്സം ഹീറ്റ്. ഗിബ്സം ഹീറ്റ് ചെയ്താണ് കാൽസ്യം സൾഫേറ്റ് ലഭിക്കുന്നത്. ഇതിനൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് വാട്ടറുമായിട്ട് അടിയുമ്പോൾ സെറ്റിംഗ് സംഭവിക്കുന്നു. അഡിക്വേറ്റ് എമൗണ്ട് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് മാസ് ഫോം, ഒരു ഹാർഡ് സോളിഡ് മെറ്റീരിയൽ ആയിട്ട് ഫോം ചെയ്യും. ദ ലാർജസ്റ്റ് യൂസ് ഓഫ് പ്ലാസ്റ്റർ പാരീസ് എന്ന് പറയുന്നത് പ്ലാസ്റ്റേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്, ബിൽഡിംഗ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ബോൺ ഫ്രാക്ചർ സ്പ്രെയിൻ ഒക്കെ വരുമ്പോൾ നമ്മൾ അഫക്റ്റഡ് പാർട്ടിൽ ഇമ്മൊബിലൈസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡെന്റിസ്ട്രിയിൽ ഉപയോഗിക്കാറുണ്ട്, ഓർണമെന്റൽ വർക്കിൽ ഉപയോഗിക്കാറുണ്ട്. സോ നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിലെ രണ്ട് ഗ്രൂപ്പുകൾ, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 കുറിച്ച് പഠിച്ചു. പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്താണ്, അതിന്റെ കോമ്പൗണ്ടുകൾ എന്താണ് എന്ന് നോക്കി. ഇനി നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ് നോക്കുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സ്. സോ എന്തുകൊണ്ടാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പി ബ്ലോക്കിന്റെ കുറച്ച് ബ്രീഫായിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഔട്ടർ മോസ്റ്റ് പി ഓർബിറ്റലിലാണ്. സോ അതുകൊണ്ടാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. സെറ്റ് പി ഓർബിറ്റൽസിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന, ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ആണ്. സോ അതുകൊണ്ട് തന്നെ 6 ഗ്രൂപ്പ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ് നമുക്കുള്ളത്. പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ് 13 to ഗ്രൂപ്പ് 18. ഗ്രൂപ്പ് 13 to 18 ഇത്രയാണ് പി ബ്ലോക്ക് എലമെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവരുടെ കോമൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP126 ആണ്. കോമൺ ആയിട്ടുള്ളത്, അതായത് 13 മുതൽ 18 വരെയുള്ള കോമൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് NS2 മുതൽ NP1 മുതൽ 6 വരെ. ഫസ്റ്റ് നമ്മൾ ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആണ് നോക്കുന്നത്. ഗ്രൂപ്പ് 13 അല്ലെങ്കിൽ അതിന് ബോറോൺ ഫാമിലി, അതായത് ബോറോൺ ആണ് ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത്. സോ ബോറോൺ ഫാമിലി എന്ന് നമ്മൾ പറയാറുണ്ട്. ഗ്രൂപ്പ് 13 ബോറോൺ, അലുമിനിയം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ബോറോൺ, അലുമിനിയം, അതുപോലെ ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബോറോൺ ഫാമിലി എന്ന് പറയുന്നത്. ബോറോൺ എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ള എലമെന്റ് ആണ്. ഓർത്തോബോറിക് ആസിഡ്, അതുപോലെ ബോറാക്സ് തുടങ്ങിയവയിലെല്ലാം അങ്ങനത്തെ രീതിയിലെല്ലാം ഒക്കർ ചെയ്യുന്നതാണ് ബോറോൺ എന്ന് പറയുന്ന എലമെന്റ്. സോ എലമെന്റ്സ് ബോറോൺ ഉണ്ട്, അലുമിനിയം ഉണ്ട്, അലുമിനിയം മോസ്റ്റ് അബൻഡന്റ് മെറ്റൽ ആണ്. അതുപോലെ തേർഡ് മോസ്റ്റ് അബൻഡന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് എർത്ത് ക്രസ്റ്റിൽ. ഇപ്പോൾ ബോക്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അലോയിലുണ്ട്, ക്രയോലൈറ്റിലുണ്ട്. അതൊക്കെ അലുമിനിയത്തിന്റെ മിനറൽസ് ആണ്. നിഹോണിയം, ഇപ്പൊ ഗാലിയം ഉണ്ട്, ഗാലിയം, ഇൻഡിയം, താലിയം,
ലെസ് അബൻഡന്റ് ആണ് ഈ എലമെന്റ്സ് ഒക്കെ. അത് നിഹോണിയം ഉണ്ട്, നിഹോണിയം വിത്ത് ആറ്റോമിക് നമ്പർ 113. ഒരു സിന്തറ്റിക്കലി പ്രിപ്പയർഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് നിഹോണിയം എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 13 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു NS2 മുതൽ NP126 ആണ് ജനറലി നമ്മുടെ ഒരു ബി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിൽ ഗ്രൂപ്പ് 13 ആണെങ്കിൽ NS2 NP1 ആയിരിക്കും അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ പറഞ്ഞ പോലെ തന്നെ ആറ്റോമിക് റേഡിയസ് കൺസിഡർ ചെയ്ത ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്നേരം ഓരോ ഷെൽ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നതനുസരിച്ച് ആറ്റോമിക് റേഡിയസും കൂടിക്കൊണ്ടിരിക്കും. സോ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു ആറ്റോമിക് റേഡിയസ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത് ഗാലിയത്തിന്റെ ആറ്റോമിക് റേഡിയസ് അലുമിനിയത്തിന്റെ റേഡിയസിനേക്കാളും വളരെ കുറവാണ്. അത് അതിന്റെ ഇന്നർ കോർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മൂലമാണ്. അഡീഷണൽ ആയിട്ട് 10d ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് അതിന്റെ പ്രസൻസ് സംഭവിക്കുന്നത് കൊണ്ട് പ്യുവർ ആയിട്ടുള്ള സ്ക്രീനിങ് എഫക്റ്റ് ആണ് സംഭവിക്കുന്നത് ഔട്ടർ ഇലക്ട്രോൺസിന്. സോ ഇൻക്രീസ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. സോ കോൺസിക്വന്റ്ലി ഗാലിയത്തിന്റെ ആറ്റോമിക് റേഡിയസ് എപ്പോഴും അലുമിനിയത്തിന്റെ ആറ്റോമിക് റേഡിയസിനേക്കാളും കുറവായിരിക്കും. ഇനി ഈ ഒരു ഭാഗത്ത് ബോറോണിന്റെ കുറച്ച് കോമ്പൗണ്ട്സ് മനസ്സിലാക്കിയിരിക്കുക, അതായത് അതിന്റെ ആ ഒരു കെമിക്കൽ ഫോർമുലയും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ ചിലപ്പോൾ ഡയറക്ട്ലി ചോദിക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ബൊറാക്സ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് ബോറോൺ ആണ്. വൈ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളിഡ് ആണ്. അതിന്റെ ഫോർമുല Na2B4O710H2O. ചിലപ്പോൾ ഇക്വേഷൻ ചോദിക്കാം, ചിലപ്പോൾ ഇക്വേഷൻ തന്നിട്ട് പേര് ചോദിക്കാം. സോ ഇതെന്ന് പറയുന്നത് ബൊറാക്സ് ആണ്. ബോറോണിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓർത്തോബോറിക് ആസിഡിന്റെ ഇക്വേഷൻ H3BO3. അതും ബോറോണിന്റെ തന്നെ ഒരു ആസിഡ് അല്ലെ, ബോറോണിന്റെ തന്നെ ഒരു കോമ്പൗണ്ട് ആണ്. വളരെ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. സോപ്പി ടച്ച് ആണ്. സ്പെയറിംഗിലി വാട്ടർ സൊല്യൂബിൾ ആണ്, ബട്ട് ഹോട്ട് വാട്ടറിൽ ഹൈലി സൊല്യൂബിൾ ആണ്. പിന്നെ വരുന്ന നെക്സ്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഡൈബോറൈൻ B2H6. സിംപ്ലസ്റ്റ് ബോറോൺ ഹൈഡ്രൈഡ് ആണ് ഡൈബോറോൺ എന്ന് പറയുന്നത്. നമ്മൾ യൂസസ് നോക്കുകയാണെങ്കിൽ ബോറോൺ എന്ന് പറയുന്നത് വളരെ ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ബോറോൺ ഫൈബേഴ്സ് നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എയർക്രാഫ്റ്റ് ലൈറ്റ് കോമ്പോസിറ്റ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബൊറാക്സിന്റെ ബോറിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലാസ് വൂളുകളൊക്കെ മേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഫ്ലക്സ് ആയിട്ട് സോൾഡറിംഗ് മെറ്റീരിയൽസിൽ ബൊറാക്സ് ഉപയോഗിക്കാറുണ്ട്. അലുമിനിയം എന്ന് പറയുന്നത് സിൽവറി വൈറ്റ് മെറ്റൽ ആണ്. ടെൻസൈൽ സ്ട്രെങ്ത് വളരെ ഹൈ ആണ്. ഇലക്ട്രിക്കൽ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്. നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അലോയ്സ് ഫോം ചെയ്യാൻ, അതായത് കോപ്പർ, മാംഗനീസ്, മാഗ്നീഷ്യം, സിങ്ക്, ഇതിന്റെ കൂടെയൊക്കെ അലോയ്സ് ഫോം ചെയ്യാൻ വേണ്ടി അലുമിനിയം ഉപയോഗിക്കാറുണ്ട്. പൈപ്പ്, ട്യൂബ്, റോഡ്, വയർ ഇതിനൊക്കെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അലുമിനിയം. മറ്റ് അലോയ്സുമായിട്ട് ചേർന്നിട്ട് സഹായിക്കും. പിന്നെ യുട്ടൻസിൽസ് മേക്ക് ചെയ്യാൻ, കൺസ്ട്രക്ഷൻ പർപ്പസ്, എയറോപ്ലെയിൻ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഡൊമസ്റ്റിക് പർപ്പസസിലൊക്കെ അലുമിനിയം ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ഗ്രൂപ്പ് 14 എലമെന്റ്സ്. ഗ്രൂപ്പ് 14 എലമെന്റ്സ് അല്ലെങ്കിൽ കാർബൺ ഫാമിലി. പ്രധാനപ്പെട്ട എലമെന്റ്സ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലിറോവിയം ഇതൊക്കെയാണ് ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. കാർബൺ നമുക്കറിയാം 17th മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് ആണ്. അതുപോലെ വൈഡ്ലി നേച്ചറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഫ്രീ സ്റ്റേറ്റ്, അതുപോലെ തന്നെ കമ്പൈൻഡ് സ്റ്റേറ്റ്. അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി ഡിവോട്ട് ചെയ്തിരിക്കുന്ന കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൽ അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസത്തിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്, കൺസിസ്റ്റന്റ് തന്നെയാണ് കാർബൺ ഉള്ളത്. കാർബൺ ഐസോടൈപ്സ് ഉണ്ട്. C12, C13, C14 ഐസോടോപ്പ്, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഉണ്ട്. സിലിക്കൺ എന്ന് പറയുന്ന മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് ആണ് എർത്ത് ക്രസ്റ്റിൽ. സിലിക്കൺ സെറാമിക്സിൽ, ഗ്ലാസ്സിൽ, സിമെന്റിൽ ഇതിലൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കോമ്പൗണ്ട് ആണ്. സോ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലൂവേറിയം. സോ ഇത്രയാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് പറയുന്നത്. ജെർമേനിയം ട്രേസസിൽ മാത്രമേ കാണത്തുള്ളൂ. സോ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP1 ആണ്. NP2 ആണ്. NS2 NP2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്.
സോ ഇതിലെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത് കാർബൺ തന്നെയാണ്. മറ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പറിനെ പോലെ തന്നെ കാർബണും മറ്റ് മെമ്പേഴ്സിലെ ആ ഗ്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സിലെ വെച്ച് കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. അതിന്റെ ചെറിയ സൈസാണ്, ഹയർ ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്, ഹയർ ആയിട്ടുള്ള അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അതുപോലെ തന്നെ കാർബൺ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. കാർബൺ കാറ്റിനേഷൻ പ്രോപ്പർട്ടി. കാറ്റിനേഷൻ. സോ എന്താണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി? കാർബൺ ആറ്റത്തിന് മറ്റ് കാർബൺ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്. കോവാലന്റ് ബോണ്ട് വഴി ചെയിൻസ് ഫോം ചെയ്യാം, അതുപോലെ തന്നെ റിങ്സ് ഫോം ചെയ്യാം. ആ ഒരു പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കാരണം സി എന്ന് പറയുന്ന ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. നമ്മൾ പറഞ്ഞ ഗ്രൂപ്പിൽ സൈസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. സോ കാറ്റിനേഷന്റെ ടെൻഡൻസിറ്റി വളരെ കുറവായിരിക്കും. ഇനി കാർബണിന്റെ അലോട്രോപ്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അലോട്രോപ്സ് ഓഫ് കാർബൺ പല അലോട്രോപിക് ഫോമിൽ കാർബൺ പ്രസന്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റലൈൻ ആയിട്ടുണ്ട്, അമോർഫസ് ആയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ക്രിസ്റ്റലൈൻ ഫോംസ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റും ഡയമണ്ടും ഒക്കെയാണ്. പിന്നെ 1985 അപ്പോൾ ഫുള്ളറിൻ എന്ന് പറഞ്ഞൊരു ഫോം കൂടി കാർബണിന്റെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. സോ അലോട്രോപ്സ് ഓഫ് കാർബൺ, ഫസ്റ്റ് വൺ ഡയമണ്ട്. ഒരു ക്രിസ്റ്റലൈൻ ലാറ്റീസ് ആണ്. ഡയമണ്ടിലെ കോവാലന്റ് ബോണ്ടിങ് വളരെ എക്സ്റ്റെൻഡഡ് ആണ്. അത് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓൺ എർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്. ഹാർഡ് ടൂൾസ് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, ഡൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ടങ്സ്റ്റൺ ഫിലമെന്റ് മാനുഫാക്ചറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് അലോട്രോപിക് ഫോം ആണ് ഗ്രാഫൈറ്റ്. ലെയേർഡ് സ്ട്രക്ചർ ആണ്. ഗ്രാഫൈറ്റ് പ്രധാനമായിട്ടും ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് മെഷീൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഗ്രാഫൈറ്റ് ഒരു ഡ്രൈ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. വളരെ സോഫ്റ്റ് ആണ്, വളരെ സ്ലിപ്പറി ആണ്. അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് ഫുള്ളറൈൻസ് ഫോം ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ഒരു ഇലക്ട്രോണിക് ആർക്കിൽ ഇനേർട്ട് ഗ്യാസസിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ്. ഇനേർട്ട് ഗ്യാസ് മീൻസ് ഹീലിയം, ആർഗൺ പോലെയുള്ള ഇനേർട്ട് ഗ്യാസസിന്റെ പ്രസൻസിൽ ഒരു ഇലക്ട്രിക് ആർക്കിൽ വെച്ച് ഗ്രാഫൈറ്റ് ഹീറ്റ് ചെയ്താണ് ഫുള്ളറൈൻസ് മെയ്ഡ് ചെയ്യുന്നത്. ഹീറ്റിംഗ് ഓഫ് ഗ്രാഫൈറ്റ് ആണ്. only pure form of carbon ആണ്. കാരണം അവർക്ക് സ്മൂത്ത് സ്ട്രക്ചർ ആണ്, ഡാംഗ്ലിംഗ് ബോൺസുകളൊന്നും അവയ്ക്കില്ല. മറ്റ് എലമെന്റ് കാർബൺസിന്റെ ഫോംസ് ആണ് കാർബൺ ബ്ലാക്ക്, അതുപോലെ കോക്ക്, ചാർക്കോൾ. ഇതൊക്കെ ഗ്രാഫൈറ്റ് ആൻഡ് ഫ്ലൂറൈന്റെ ഇംപ്യൂർ ഫോംസ് ആണ്. കാർബൺ ബ്ലാക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഹൈഡ്രോ കാർബൺസ് ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ ബേൺ ചെയ്ത്, അതുപോലെ തന്നെ ചാർക്കോൾ, കോക്കൊക്കെ കോളും വുഡും ഒക്കെ ഹീറ്റ് ചെയ്ത് ഒരു റെസ്പെക്റ്റീവ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് ഇൻ ആബ്സെൻസ് ഓഫ് എയർ ആണ് ഇത് ഫോം ചെയ്തത്. ഇനി എന്തൊക്കെയാണ് കാർബണിന്റെ ഒരു യൂസസ്? നമ്മൾ ഓരോ എലമെന്റ് നോക്കുമ്പോഴും അതിൽ പ്രധാനപ്പെട്ട യൂസസും കൂടി നോക്കാറുണ്ട്. ഗ്രാഫൈറ്റിന്റെ ഒരു യൂസ് സംബന്ധിച്ചിടത്തോളം അത് ഗുഡ് കണ്ടക്ടർ ആണ്. അതുകൊണ്ട് തന്നെ അത് ബാറ്ററീസിൽ ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രിയൽ ഇലക്ട്രോളിസിസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ടെന്നീസ് റാക്കറ്റ്സ്, ഫിഷിംഗ് റൂട്ട്സ് അങ്ങനെ കാര്യങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഹൈലി പോറസ് ആയതുകൊണ്ട് തന്നെ ആക്ടിവേറ്റഡ് ചാർക്കോൾ പോയിസണസ് ഗ്യാസസ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. വാട്ടർ ഫിൽറ്റേഴ്സ്, അതായത് ഓർഗാനിക് കണ്ടാമിനേറ്റേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ ഓർഡർ, സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ ബ്ലാക്ക് പിഗ്മെന്റ്, ബ്ലാക്ക് ഇങ്കിൽ ഉപയോഗിക്കാറുണ്ട്. ഓട്ടോമൊബൈൽ ടയേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. കോക്ക് ഒരു ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഡയമണ്ട് വളരെ ഒരു പ്രഷ്യസ് സ്റ്റോൺ ആണ്, നമുക്കറിയാം ജ്വല്ലറിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. സോ ഇതൊക്കെയാണ് ആ ഒരു ഗ്രൂപ്പ് 14 വരുന്ന ആ കാർബൺ, അതുപോലെ തന്നെ അതിന്റെ അലോട്രോപ്സ് ആയി ഗ്രാഫൈറ്റിന്റെ ഒക്കെ ഒരു യൂസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാർബണിന്റെ സിലിക്കണിന്റെ പ്രധാനപ്പെട്ട കുറച്ച് 1-2 കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്. CO എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാർബണിന്റെ ഓക്സിഡേഷൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജനിൽ സംഭവിക്കുമ്പോൾ ഫോം ചെയ്യുന്നതാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. സോ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനെ നമ്മൾ വാട്ടർ ഗ്യാസ് അല്ലെ സിന്തസിസ് ഗ്യാസ് എന്ന് പറയും. വാട്ടർ ഗ്യാസ് ചോദിക്കാം, ഏതൊക്കെ തമ്മിൽ ചേർന്നാണ്? വാട്ടർ ഗ്യാസ് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ്. കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ.
സോ വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ മറ്റൊരു പേര് സിന്തസിസ് ഗ്യാസ്. സിന്തസിസ് ഗ്യാസ്. സിന്തസിസ് ഗ്യാസ്. സോ കാർബൺ മോണോക്സൈഡ് പ്ലസ് വാട്ടർ എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ന് പറയുന്നത് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്ന് പറയുന്നത്. അതുപോലെ പ്രൊഡ്യൂസർ ഗ്യാസ് ഉണ്ട്. പ്രൊഡ്യൂസർ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡ് പ്ലസ് N2 നൈട്രജൻ. സീമിന് പകരം എയർ യൂസ് ചെയ്ത് മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് N2 അതിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത്. വാട്ടർ ഗ്യാസ് അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഗ്യാസ് അത് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ് ആണ്. കാർബൺ മോണോക്സൈഡ് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, മിക്കവാറും വാട്ടർ ഇൻസുലബിൾ ആയിട്ടുള്ള ഗ്യാസ് ആണ്, ബട്ട് പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. എല്ലാ മെറ്റൽ ഓക്സൈഡ്സിനെ റെഡ്യൂസ് ചെയ്യും അതർ ദാൻ ആൽക്കലി ആൻഡ് ആൽക്കലി എർത്ത് മെറ്റൽസ്. സോ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മിക്കവാറും മെറ്റൽസിനെ അവയുടെ ഓക്സൈഡ് ഓറിൽ നിന്നും എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടൊക്കെ കാർബൺ മോണോക്സൈഡ് ഒരു കാറ്റലിസ്റ്റ് അങ്ങനെ ഒരു പോലെ ഹെൽപ്പിംഗ് പോലെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കാർബൺ മോണോക്സൈഡ് വളരെ ഒരു ഹൈലി പോയിസണസ് ആയിട്ടൊരു നേച്ചർ ഉണ്ട് കാർബൺ മോണോക്സൈഡ്. അത് ഹീമോഗ്ലോബിന്റെ എബിലിറ്റി ഹീമോഗ്ലോബിനുമായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ഒരു എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു പോയിസണസ് ആയിട്ടൊരു നേച്ചർ അതിനുണ്ട്. അത് ഓക്സിജൻ ഹീമോഗ്ലോബിൻ കോംപ്ലക്സിനേക്കാളും 300 ടൈംസ് എന്താണ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ RBCയിലെ ഹീമോഗ്ലോബിനെ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യും ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള. സോ അതുകൊണ്ട് തന്നെ ഒരു ഡെത്തിന് വരെ കാരണമാകുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് CO2. കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബണിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കാർബൺ കണ്ടെയ്നിങ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്. C+O2 gives CO2. സോ കാർബൺ ഡയോക്സൈഡ് കളർലെസ് ആണ്, അതുപോലെ ഓർഡർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്, ലോ സൊല്യൂബിലിറ്റി ആണ് വാട്ടറിൽ. പിന്നെ വാട്ടറുമായിട്ട് ഫോം ചെയ്ത് കാർബോണിക് ആസിഡ് H2CO3 ഫോം ചെയ്യും. നമ്മൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസിലാണ് ഗ്രീൻ പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ് കാർബോഹൈഡ്രേറ്റ് സച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്യുന്നു ആസ് വെൽ ആസ് ഫോർ ദംസെൽസ് അതുപോലെ തന്നെ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. പക്ഷേ കാർബൺ മോണോക്സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് അത്ര പോയിസണസ് അല്ല. പക്ഷേ ഫോസിൽ ഫ്യൂവൽസ് അതുപോലെ കമ്പഷൻ ഒക്കെ അതിന്റെ ഇൻക്രീസ് അതല്ലെങ്കിൽ അത് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റ് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നു. അത് പിന്നീട് ഗ്രീൻ ഹൗസ് എഫക്റ്റിനൊക്കെ കാരണമാകുന്നു. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടി പിന്നീട് സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകുന്നു. സോളിഡ് ഫോമിലുള്ള കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയും. സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഡ്രൈ ഐസ്. ഈ ഡ്രൈ ഐസ് നമ്മൾ ഐസ്ക്രീം റെഫ്രിജറന്റ് ആയിട്ട് ഫ്രോസൺ ഫുഡിന്റെ ഒക്കെ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ സിലിക്കൺ ഡയോക്സൈഡ്. SiO2. 95% ഓഫ് എർത്ത് ക്രസ്റ്റ് made up സിലിക്കേറ്റ്സ് ഒക്കെയാണ്. സിലിക്കൺ ഡയോക്സൈഡ് കോമൺലി നോൺ ചെയ്യുന്നത് സിലിക്ക എന്നാണ്. പല ക്രിസ്റ്റോഗ്രാഫിക് ഫോംസിലും ഇത് ഒക്കർ ചെയ്യുന്നുണ്ട്. ക്വാർട്സ്, ക്രിസ്റ്റോബലൈറ്റ്, ട്രൈഡ്ബലൈറ്റ് അങ്ങനെയുള്ള പല ക്രിസ്റ്റലൈൻ ഫോംസ് സിലിക്കയ്ക്കുണ്ട്. ക്വാർട്സ് എടുത്തു കഴിഞ്ഞാൽ ക്വാർട്സ് നമ്മൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ ആയിട്ട് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യാറുണ്ട്. ആക്യുറേറ്റ് ക്ലോക്സിന് വേണ്ടിയിട്ട്, മോഡേൺ റേഡിയോ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, മൊബൈൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്വാർട്സ് യൂസ് ചെയ്യാറുണ്ട്. ക്വാർട്സ്. സോ നമ്മളിപ്പോൾ S ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് നോക്കി, P ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് D ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ്. D ബ്ലോക്ക് എലമെന്റ്സ്. ഫോർത്ത് പീരീഡ് മുതൽ കാണുന്നതാണ് D ബ്ലോക്ക് എലമെന്റ്സ്. ഫോർത്ത് പീരീഡ് മുതൽ കാണുന്ന D ബ്ലോക്ക് എലമെന്റ്സ്. D ബ്ലോക്ക് എലമെന്റ്സിന് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നുകൂടി ഒരു പേരുണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ്. കാരണം എന്താണ്, അവരുടെ ഒരു പൊസിഷൻ ആണ്. D ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് S ബ്ലോക്കും അതുപോലെ P ബ്ലോക്ക് എലമെന്റ്സിനും ഇടയ്ക്കാണ്. സോ ഇവയുടെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ N-1 D 1 to 10 N 0 to 2 മുതലാണ് അവരുടെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് നമ്മൾ ഓൾറെഡി നോക്കിയപ്പോൾ തന്നെ ആറ്റോമിക് റേറ്റ്സ് അയോണിക് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ലെഫ്റ്റ് ടു റൈറ്റ് ന്യൂക്ലിയർ ചാർജ് കൂടും, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. സോ ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിക്രീസിങ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് ഇൻ എ പീരിയഡിൽ. സോ അതുപോലെ തന്നെ ഇത് കളേർഡ് അയോൺസ് ഫോം ചെയ്യും D ബ്ലോക്ക് എലമെന്റ്സ്. D ഓർബിറ്റൽസ് നോൺ ഡീജനറേറ്റഡ് ആണ്. അപ്പം ഒരു ലോവൽ എനർജി D ഓർബിറ്റലിൽ നിന്നും ഒരു എക്സൈറ്റ് ചെയ്ത് ഹയർ എനർജി D ഓർബിറ്റലിലോട്ട് പോകുമ്പോൾ എനർജി റിക്വയർ ചെയ്യുന്നു. വേവ് ലെങ്ത് അബ്സോർവ് ചെയ്ത എനർജി റെസ്റ്റ് ലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു.
സോ കളർ ഒബ്സർവ് ചെയ്യുന്ന ഡിപ്പെൻഡ് ഓൺ ദ ലൈറ്റ് ഒബ്സർവിനെ ഡിപ്പെൻഡ് ചെയ്ത് കളർ എന്ത് ചെയ്യുന്നു, അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത്. സോ കളേർഡ് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അല്ലെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രധാനപ്പെട്ട ചില കോമ്പൗണ്ട്സുകളാണ്. ഒന്ന് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7. K2Cr2O7. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. ലെതർ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡൈസിന് വേണ്ടിയിട്ട് ഡൈസിൽ ഉപയോഗിക്കുന്നുണ്ട്. ലെതർ ഇൻഡസ്ട്രി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലെതർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലീനിങ് ഗ്ലാസ് വെയറിന് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. KMNO4. ഇതിന്റെ യൂസസ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഉപയോഗിക്കുന്നു. ബെയേഴ്സ് റിയേജന്റിൽ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ മറ്റൊരു പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇതിൽ രണ്ട് സീരീസ് ആണുള്ളത്. ഒന്ന് ലാന്തനോയിഡ്സും ഉണ്ട്, അതായത് 14 എലമെന്റ്സ്. ലന്താനം കഴിഞ്ഞ് 14 എലമെന്റ്സ്, അതായത് ലാന്തനോയിഡ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ടീനിയം കഴിഞ്ഞുള്ള 14 എലമെന്റ്സ്. സോ ഇത് രണ്ടും ചേർന്നതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. സോ ഇത്രയാണ് പീരിയോഡിക് ടേബിളിലെ ഡിഫറെന്റ് ബ്ലോക്സിനെ കുറിച്ചുള്ള ബ്രീഫ് ഇൻഫർമേഷൻ. ഇനി നമ്മൾ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് SSC ചോദിച്ച കുറച്ച് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച കുറച്ച് PYQ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ളത്, ഗ്രൂപ്പ് 0 എന്നറിയപ്പെടുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് ഇൻ ഗ്രൂപ്പ് 0 അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്രൂപ്പ് 0 എന്നറിയപ്പെടുന്ന എലമെന്റ്സ് ഇൻ ഗ്രൂപ്പ് 0 ആർ കോൾഡ് ആസ് ഇനേർട്ട് ഗ്യാസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഡേൺ പീരിയോഡിക് ടേബിൾ ഡെവലപ്പ് ചെയ്തത്. മോഡേൺ പീരിയോഡിക് ടേബിൾ ഡെവലപ്ഡ് ബൈ ഹെൻറി മോസ്ലി ബേസ്ഡ് ഓൺ ആറ്റോമിക് നമ്പർ. നെക്സ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഏത് പീരീഡ്സിലാണ് ലാന്തനൈറ്റ്സും ആക്ടിനോയിഡ്സും ഉള്ളത്? സോ പീരീഡ് 6 ലാന്തനൈഡ് and period 7 actinoids. Period 7. Actinoids. Next question, 2-8 electronic configuration. 2-8 electronic configuration ഉള്ള element modern periodic table എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. സോ 2-8 electronic configuration ഉള്ളത് ശ്രദ്ധിക്കണം. അത് നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 10 ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. സോ ഇത് ഏതാണ്? ഇത് ഗ്രൂപ്പ് 18 ഉള്ള എലമെന്റ് ആണ്. ഗ്രൂപ്പ് 18 അല്ലെങ്കിൽ ഗ്രൂപ്പ് 0. ഗ്രൂപ്പ് 17 metals are also known as halogen group. സോ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ്. സോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.